നമസ്കാരം. നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഈ ചർച്ചയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് ഓഗസ്റ്റ് 9, 2025 സുപ്രീം കോടതിയുടെ കുറച്ച് ശ്രദ്ധേയമായ വിധികളാണ്. അതെ. പ്രധാനമായും ബാർ കൗൺസിൽ ഫീസുകൾ, പിന്നെ ഈ മോട്ടോർ വാഹനാപകടങ്ങളിലെ നഷ്ടപരിഹാരം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ശരിയാണ്. ഇതിലെ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം, അല്ലേ? തീർച്ചയായും. ഈ വിധികൾ സാധാരണക്കാരെയും നിയമരംഗത്തുള്ളവരെയുമൊക്കെ എങ്ങനെ ബാധിക്കും, പ്രായോഗികമായി എന്ത് മാറ്റം വരും എന്നൊക്കെ നമുക്ക് സംസാരിക്കാം. അതെ. അപ്പം ആദ്യം നമുക്ക് ആ അഭിഭാഷക എൻറോൾമെന്റ് ഫീസിന്റെ കാര്യത്തിലേക്ക് വരാം. ശരി. KLJ കിരൺ ബാബു കേസ്. ഈ ഓപ്ഷണൽ ഫീസ് എന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു അത്? അത് സംഭവം എന്താന്ന് വെച്ചാൽ, നിയമപ്രകാരം ഒരു എൻറോൾമെന്റ് ഫീസ് ഉണ്ട്. അത് നിർബന്ധമാണ്. ഓക്കേ. അങ്ങനെ വലിയ തുകകൾ പിരിക്കുന്നുണ്ടായിരുന്നു. ഓഹോ. അപ്പോ അത് നിയമപരമല്ല എന്നാണ് സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്. അതായത് നിയമത്തിൽ പറയുന്ന ഫീസ് അല്ലാതെ ഈ ഓപ്ഷണൽ എന്ന് പേരിട്ടാലും വേറെ കാശൊന്നും പിരിക്കാൻ പാടില്ല, അങ്ങനെയല്ലേ? അതെ, കൃത്യമായി അതാണ് കാര്യം. സ്റ്റേറ്റ് ബാർ കൗൺസിലിനോ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യക്കോ അതിന് അധികാരമില്ല. ഇത് പുതിയ വക്കീലുമാരെ ഉദ്ദേശിച്ചാണോ പ്രധാനമായും? അവർക്കൊരു ഭാരമാകരുതെന്ന് കരുതിയിട്ടാണോ? അതെ, അതുതന്നെ. പുതിയതായിട്ട് ഈ പ്രൊഫഷനിലേക്ക് വരുന്നവർക്ക് ഒരു അനാവശ്യ സാമ്പത്തിക ഭാരം ഉണ്ടാക്കരുത്. പിന്നെ ഈ ഓപ്ഷണൽ എന്ന് പറയുമ്പോഴും പലപ്പോഴും അതൊരു നിർബന്ധിത സ്വഭാവത്തിലേക്ക് വരാറുണ്ട്. ശരിയാണ്. അപ്പോൾ ആ ഒരു പ്രവണത നിർത്തണം. നിയമം അനുശാസിക്കുന്നത് മാത്രം മതി എന്നാണ് കോടതിയുടെ നിലപാട്. പ്രൊഫഷനിലേക്കുള്ള പ്രവേശനം എളുപ്പമാക്കണം. അത് നല്ലൊരു കാര്യമാണ്. ഇനി നമുക്ക് മറ്റേ വിഷയത്തിലേക്ക് വരാം. സാധാരണക്കാരെ ഒരുപക്ഷെ കൂടുതൽ ബാധിക്കുന്ന കാര്യം, മോട്ടോർ വാഹന അപകട നഷ്ടപരിഹാരം. അതെ, അവിടെയും ചില പ്രധാന വിധികളുണ്ട്. ഈ നാഷണൽ ഇൻഷുറൻസ് കമ്പനിയും സുനിതാദേവിയും തമ്മിലുള്ള കേസ്. ഇൻഷുറൻസ് പ്രീമിയം അടച്ച ചെക്ക് മടങ്ങിയാൽ എന്ത് സംഭവിക്കും? അതൊരു സാധാരണയായി കാണുന്ന പ്രശ്നമാണ്. ഇപ്പോ സാധാരണഗതിയിൽ പ്രീമിയം കിട്ടിയില്ല, അല്ലെങ്കിൽ ചെക്ക് ബൗൺസായി, അങ്ങനെയൊക്കെ വന്നാൽ പോളിസിക്ക് സാധുതയില്ല. ശരി. കമ്പനി ആ വിവരം പോളിസി ഉടമയെയും RTOയെയും ഒക്കെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ബാധ്യതയിൽ നിന്ന് ഒഴിയാം. പക്ഷേ ഇവിടെയാണ് കോടതി പേ ആൻഡ് റിക്കവർ എന്നൊരു തത്വം കൊണ്ടുവന്നത്. പേ ആൻഡ് റിക്കവർ, അതെന്താണ് സംഭവം? ഇൻഷുറൻസ് കമ്പനി ആദ്യം പൈസ കൊടുത്തിട്ട് പിന്നെ വാഹന ഉടമയിൽ നിന്നും വാങ്ങണം എന്നാണോ? അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അതായത് അപകടത്തിൽപ്പെട്ട മൂന്നാം കക്ഷി, ഇര, അവർക്ക് പെട്ടെന്നൊരു ആശ്വാസം കിട്ടണം, നഷ്ടപരിഹാരം ലഭിക്കണം. ഓക്കേ. അപ്പോ ഇൻഷുറൻസ് കമ്പനിയുടെ ഭാഗത്ത് സാങ്കേതികമായൊരു വീഴ്ചയില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ പോളിസിയിൽ പ്രശ്നമുണ്ടെങ്കിൽ പോലും, കോടതിക്ക് പറയാം, നിങ്ങൾ ആദ്യം ഇരയ്ക്ക് നഷ്ടപരിഹാരം കൊടുക്കൂ. എന്നിട്ട് ആ തുക കമ്പനിക്ക് വാഹന ഉടമയിൽ നിന്ന് പിന്നീട് തിരിച്ചുപിടിക്കാം, റിക്കവർ ചെയ്യാം. ഇത് പ്രധാനമായും ഇരയുടെ സംരക്ഷണം ഉറപ്പാക്കാനാണ്. അപ്പോ ഇൻഷുറൻസ് കമ്പനിയുടെ അവകാശവും ഇരയുടെ സംരക്ഷണവും തമ്മിലൊരു ബാലൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു, അല്ലേ? അതെ, അതാണ് അതിലെ പ്രധാന പോയിന്റ്. അടുത്ത കേസ് കുൽവിന്ദർ കൗർ വേഴ്സസ് പ്രശാന്ത് ശർമ്മ. ഇത് കുറച്ചുകൂടി സങ്കീർണമാണെന്ന് തോന്നുന്നു. അതെ. വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരാൾ, ഇവിടെ ഉദാഹരണം USA ആണ്. അദ്ദേഹം ഇന്ത്യയിൽ വെച്ചൊരു അപകടത്തിൽ മരിച്ചാൽ നഷ്ടപരിഹാരം എങ്ങനെ കണക്കാക്കും? ആ വിദേശത്തെ വരുമാനം വെച്ച് കണക്കാക്കാൻ പറ്റുമോ? ഇതാണ് എപ്പോഴും ഒരു തർക്കവിഷയം. കാരണം വിദേശത്തെ ജീവിത ചെലവ്, വരുമാനം, സാമൂഹിക സാഹചര്യം ഇതൊക്കെ ഇന്ത്യയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ശരിയാണ്. അപ്പോ ഈ കേസിൽ കോടതി പറഞ്ഞതെന്താന്ന് വെച്ചാൽ, ആ വിദേശത്തെ ഭാവി വരുമാന സാധ്യതകളെക്കുറിച്ച് വളരെ വ്യക്തമായ ശക്തമായ തെളിവുകൾ നിങ്ങൾ ഹാജരാക്കണം. തെളിവുകൾ വേണം. അതെ. അങ്ങനെ തെളിവുകളില്ലെങ്കിൽ ഇന്ത്യയിൽ സാധാരണയായി നഷ്ടപരിഹാരം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന മാനദണ്ഡങ്ങൾ, പ്രത്യേകിച്ച് പ്രണയ് സേധി കേസിലെ മാർഗനിർദ്ദേശങ്ങൾ, അത് തന്നെ പിന്തുടരണമെന്നാണ്. ആ പ്രണയ് സേധി കേസ് എന്ന് പറയുന്നത് ഈ ഭാവി വരുമാന വർധനവൊക്കെ കണക്കാക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഫോർമുലയാണല്ലോ, അല്ലേ? അതെ. ഒരു നിശ്ചിത ശതമാനം ഭാവി വരുമാനമായി കൂട്ടി നഷ്ടപരിഹാരം കണക്കാക്കുന്ന രീതി. അപ്പോ ചുരുക്കത്തിൽ വെറുതെ വിദേശത്താണ് ജോലിയെന്ന് പറഞ്ഞാൽ പോരാ, നല്ല തെളിവ് വേണം, ഇല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് വെച്ചേ കിട്ടൂ. അതെ. ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ വലിയ തുക കൊടുക്കാൻ പറ്റില്ല. തെളിവാണ് പ്രധാനം. ശരി. ഇനി മറ്റ് 2 കേസുകൾ കൂടി നമുക്ക് പെട്ടെന്ന് നോക്കാം. തങ്കവേൽ കേസ്. അതിൽ പറയുന്നത് മോട്ടോർ വാഹന നിയമത്തിലെ 2ാം ഷെഡ്യൂളിനെക്കുറിച്ചാണ്. എന്താണത്? ഈ 2ാം ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഒരു റെഡി റെക്കണർ പോലെയാണ്. നഷ്ടപരിഹാരം കണക്കാക്കാനുള്ള എളുപ്പവഴിയുള്ള പട്ടിക. ഓക്കേ. ഇത് പ്രധാനമായും ഉപയോഗിക്കേണ്ടത് നോ ഫോൾട്ട് ലയബിലിറ്റി കേസുകളിലാണ്. അതായത് സെക്ഷൻ 163A പ്രകാരമുള്ള ക്ലെയിമുകൾ.
അവിടെ അപകടം പറ്റിയ ആളുടെ ഭാഗത്ത് തെറ്റുണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കാതെ ഒരു നിശ്ചിത തുക കൊടുക്കുന്ന രീതിയാണ്. അപ്പോ ആ കേസുകൾക്ക് വേണ്ടിയുള്ളതാണ് ആ ഷെഡ്യൂൾ പ്രധാനമായും? അതെ. വിശദമായി വാദം കേട്ട് നഷ്ടപരിഹാരം തീരുമാനിക്കുന്ന സെക്ഷൻ 166 പോലുള്ള കേസുകളിൽ ഈ ഷെഡ്യൂളിനത്ര പ്രസക്തിയില്ല, അല്ലെങ്കിൽ അതൊരു ഗൈഡ് ലൈൻ മാത്രമാണ്. മനസ്സിലായി. കാര്യങ്ങൾ ലളിതമാക്കാൻ ചെറിയ ക്ലെയിമുകൾക്ക് വേണ്ടി. അടുത്തത് ബ്രിജ് ബിഹാരി ഗുപ്ത കേസ്. ഇത് പലർക്കും ഉപകാരപ്രദമാവും. വണ്ടി വിറ്റു, പക്ഷേ RCയിലെ പേര് മാറ്റിയില്ല. അപ്പൊ അപകടമുണ്ടായാൽ ആരെ ബാധ്യസ്ഥനാവും? അതെ, ഇത് സ്ഥിരം കാണുന്നൊരു പ്രശ്നമാണ്. പല കൈമാറ്റം കഴിഞ്ഞ വണ്ടിയായിരിക്കും. ശരി. കോടതി വളരെ വ്യക്തമായി പറഞ്ഞു, അപകടം നടക്കുന്ന സമയത്ത് ആരാണോ രജിസ്റ്റേർഡ് ഉടമ, അതായത് RC ബുക്കിൽ ആരുടെ പേരാണോ അയാൾക്കാണ് നിയമപരമായ ബാധ്യത. ഓഹോ, അപ്പൊ വണ്ടി ഓടിച്ചത് വേറെ ആളാണെങ്കിലും? അതെ, രജിസ്റ്റേർഡ് ഓണർക്കാണ് ബാധ്യത. പക്ഷേ ആ വാഹനത്തിന് സാധുവായൊരു തേർഡ് പാർട്ടി ഇൻഷുറൻസ് പോളിസി ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനി ആ നഷ്ടപരിഹാരം നൽകണം. നിയമത്തിലെ സെക്ഷൻ 147 പ്രകാരം മൂന്നാം കക്ഷിക്ക് പരിരക്ഷ നൽകാൻ ഇൻഷുറൻസ് കമ്പനിക്ക് ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ രജിസ്റ്റർ ചെയ്ത ഉടമയ്ക്ക് ബാധ്യതയുണ്ടെങ്കിലും ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ കമ്പനി അത് കൊടുത്തോളണം. അതെ, പക്ഷേ ആ ഉടമയുടെ പേരിലുള്ള ബാധ്യത അവിടെ നിൽക്കുന്നു. ഇൻഷുറൻസ് ഇല്ലെങ്കിൽ അയാൾ കുടുങ്ങും. ഇത് ശരിക്കും വണ്ടി വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴും പേരുമാറ്റത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലേ? തീർച്ചയായും. വളരെ പ്രധാനപ്പെട്ട കാര്യമാണത്. രജിസ്ട്രേഷൻ മാറ്റാതിരിക്കുന്നത് വലിയ പ്രശ്നങ്ങൾക്കിടവരുത്തും. അപ്പോ നമ്മളിന്ന് സംസാരിച്ച കാര്യങ്ങളൊന്ന് ചുരുക്കി പറഞ്ഞാൽ, 1, ബാർ കൗൺസിലുകൾക്ക് അധിക ഫീസ്, അതായത് ഓപ്ഷനിലാണെങ്കിൽ പോലും പിരിക്കാൻ പറ്റില്ല. ശരിയാണ്. 2, ഇൻഷുറൻസ് ചെക്ക് മടങ്ങിയാലും ചില സാഹചര്യങ്ങളിൽ കമ്പനി പേ ആൻഡ് റിക്കവർ തത്വപ്രകാരം ആദ്യം നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. അതെ. 3, വിദേശ വരുമാനത്തിന് നല്ല തെളിവില്ലെങ്കിൽ നഷ്ടപരിഹാരം ഇന്ത്യൻ രീതിയിൽ കണക്കാക്കും. 4, മോട്ടോർ വാഹന നിയമത്തിലെ 2ാം ഷെഡ്യൂള് പ്രധാനമായും നോ ഫോൾട്ട് ക്ലെയിമുകൾക്കാണ്. അതെ. പിന്നെ 5ാമതായി, വണ്ടി വിറ്റാലും പേര് മാറ്റിയില്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത ഉടമയ്ക്ക് തന്നെയാണ് അപകട ബാധ്യത. പക്ഷേ ഇൻഷുറൻസ് കമ്പനി തേർഡ് പാർട്ടിക്ക് കൊടുക്കണം. കൃത്യം. ഈ വിധികളൊക്കെ നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. നിലവിലുള്ള നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നതിനൊപ്പം കോടതികൾ നീതി ഉറപ്പാക്കാനും ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇരകളുടെ കാര്യത്തിലും പുതിയതായി തൊഴിൽ മേഖലയിലേക്ക് വരുന്നവരുടെ കാര്യത്തിലുമൊക്കെ ഒരു അനുഭാവപൂർണമായ സമീപനം കാണാം. ശരിയാണ്. ഈ ബ്രിജ് ബിഹാരി ഗുപ്ത കേസ് പറഞ്ഞപ്പോൾ ഒരു കാര്യം ആലോചിച്ചു. ഇപ്പോൾ എല്ലാം ഡിജിറ്റൽ ആവുകയാണല്ലോ. അതെ. അപ്പോ ഭാവിയിൽ ഈ വാഹന ഉടമസ്ഥാവകാശം കൈമാറുന്നതൊക്കെ വളരെ എളുപ്പത്തിൽ ഓൺലൈനായി പെട്ടെന്ന് നടന്നാലോ? അതൊരു നല്ല ചോദ്യമാണ്. ശരിയാണ്. അങ്ങനെ വന്നാൽ ഈ രജിസ്റ്റർ ചെയ്ത ഉടമ എന്ന ആശയത്തിന് എന്ത് സംഭവിക്കും? ആ ബാധ്യതയുടെ കാര്യത്തിൽ മാറ്റങ്ങൾ വരുമോ? വരാം. അതൊരു സാധ്യതയാണ്. ഒരു വാഹനം വിറ്റ ഉടനെ തന്നെ ഒരു ക്ലിക്കിൽ ഉടമസ്ഥാവകാശം മാറുന്ന ഒരു സിസ്റ്റം വന്നാൽ അന്നത്തെ രജിസ്റ്റേർഡ് ഓണർ ആരാണെന്നുള്ള തർക്കം ഒരുപക്ഷെ കുറയാം. അത് ഭാവിയിൽ നിയമപരമായി ഒരുപാട് ചർച്ചകൾക്ക് വഴിവെക്കാവുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കാവുന്നതാണ്. തീർച്ചയായും. എന്തായാലും ഈ വിഷയങ്ങൾ ഇത്ര ലളിതമായി വിശദീകരിച്ചതിനും ഈ ഉൾക്കാഴ്ചകൾ പങ്കുവച്ചതിനും വളരെ നന്ദി. സന്തോഷം. ഇന്നത്തെ ഈ വിശകലനം നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. നന്ദി.